വെള്ളത്തിന് രുചിയില്ല, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ല, ഉറക്കം കിട്ടുന്നില്ല, എപ്പോഴും ടെൻഷനാ. അവരവർ നന്നാവാനും വളരാനുള്ള മാർഗമല്ല ആലോചിക്കുന്നത്, മറ്റവൻ്റെതാ. അങ്ങനെ എന്താ അവൻ്റെ ഒരു പുരോഗതി, എന്താ അവൻ്റെ ബിസിനസ്, എന്താ അവൻ്റെ ഷോപ്പ്, എന്താ അവൻ്റെ വീട്, എന്താ അവൻ്റെ വാഹനം, എന്താ അവൻ്റെ ഒരു യോഗ്യത, എന്താ അവൻ്റെ ഒരു സമ്പത്ത്, എന്താ അവൻ്റെ ഒരു സ്ഥാനം എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ അതുകൊണ്ടൊരു പ്രയോജനം? റഹ്മാനായ റബ്ബിന് ഓരോരുത്തർക്ക് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു. ഇനി ഒരാൾക്ക് കിട്ടി, അത് അള്ളാഹ് മുഴുവനാണ് അനുഗ്രഹിച്ചിട്ടൊന്നുമല്ല. അതൊക്കെ റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്, അത് വേറെ വിഷയമാണ്. പക്ഷേ അള്ളാഹ് ചിലർക്ക് ചിലരേക്കാണ് കൊടുക്കും, അത് റബ്ബിന്റെ തീരുമാനമാണ്. വലാ തതമന്നവു, നിങ്ങൾ അതിരുവിട്ട് മോഹിക്കണ്ട. എന്തിന്? മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദഹും വലാ ബഅദ്, അള്ളാഹ് ചിലരേക്കാൾ ചില നിഅമത്തൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതിന് നിങ്ങളിങ്ങനെ മനസ്സിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അവർക്ക് കൊടുത്തത് അല്ലല്ലേ? ആ അള്ളാന്റെ ഖജനാവിൽ നിനക്കും തരാൻ മാത്രം ഉണ്ട്. ചോദിക്കവിടെ. അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നീ ചോദിച്ചോ. പള്ളിയിൽ നിന്ന് പുറത്തു കടക്കുമ്പോ നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്, ബിസ്മില്ലാ വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. ചോദിക്ക്, അള്ളാഹിനോട് ചോദിക്ക്. അള്ളാഹ് നിന്റെ ഫദ്ലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹിനോട് ചോദിക്കുക എന്നല്ലാതെ അള്ളാഹ് കൊടുത്തീനിങ്ങനെ ബേജാറായി വിഷമിച്ച് നീ ടെൻഷൻ അടിച്ച് നടന്ന നീ മാനസിക രോഗിയായി മാറും. നിന്റെ പല്ലിങ്ങനെ ഞെരുങ്ങി നീ ഇങ്ങനെ ഇടങ്ങാറായി, ബേജാറായി, ടെൻഷനായി, മനസ്സൊക്കെ ഇടുങ്ങി പ്രയാസപ്പെട്ട് നീ ഇങ്ങനെ ഇടങ്ങാറാവും. മറ്റവനങ്ങനെ പൊങ്ങും ചെയ്യും, അങ്ങനെ കൂടുതൽ പിന്നെയും കിട്ടും. എന്താ വിഷമിച്ചിട്ടൊരു കാര്യം?